ഞാൻ ഇന്ന് ഒരു ലോഡ് ന്യൂ ഇയർ ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് മൃദുലയ്ക്ക്. ഈ വീട്ടിന്റെ പല കോണുകളിലായിട്ട് ഏതാണ്ട് 14 ഗിഫ്റ്റ് ബോക്സുകളാണ് മൃദുലയെ കാത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. 14 ഗിഫ്റ്റ് ബോക്സുകൾ. പക്ഷെ നിങ്ങൾ ഗിഫ്റ്റ് ബോക്സുകൾ എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര ലക്ഷറി ഗിഫ്റ്റ് ആണെന്നൊന്നും അങ്ങനത്തെ ഗിഫ്റ്റ് ആണെന്നൊന്നും അല്ല. അങ്ങനത്തെ പലരും ഗിഫ്റ്റ് ബോക്സ് എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറി. നമ്മളെ പണ്ടൊക്കെ നമ്മുടെ ന്യൂ ഇയറിനൊക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനത്തെയാ, ഗ്രീറ്റിംഗ് കാർഡുകള്, അങ്ങനത്തെ ന്യൂ ഇയറിന് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കോളേജിലല്ല സ്കൂളിലൊക്കെ ഈ ഞറക്കിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ദ ബൈ നിങ്ങളെ ന്യൂ ഇയർ ഫ്രണ്ടിനെ കിട്ടിയോ, ഗിഫ്റ്റ് കൊടുത്തോ? ന്യൂ ഇയർ ഫ്രണ്ടിന് ന്യൂ ഇയർ കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴല്ലേ? അല്ല ക്രിസ്മസ് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോഴല്ലേ ഗൈസ് കൊടുക്കുന്ന? അല്ല, ക്രിസ്മസ് സെലിബ്രേഷൻ ഗിഫ്റ്റ് കൈമാറുന്നത് ആണോ? നിങ്ങൾക്ക് എന്തൊക്കെ ഗിഫ്റ്റാ കിട്ടിയെന്ന് പറയാം. ഓക്കെ, അപ്പം മൃദുലയ്ക്കകത്ത് ഈ വീട്ടില് എന്റെ വക ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് 14 ഗിഫ്റ്റ് ബോക്സുകളാണ് ഈ വീടിന്റെ പല ഭാഗത്തായിട്ട് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് നിനക്ക് ടൈം ഞാൻ തരുന്നില്ല, കാരണം അമ്പോട്ടിനുള്ളതുകൊണ്ട് ഞാൻ ടൈം തരുന്നില്ല. പക്ഷെ നീ കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് നിനക്ക് കിട്ടുന്നതല്ല. അതെ, അതിപ്പൊ കിട്ടില്ലേ, പിന്നെ ഞാൻ വൃത്തിയാക്കുമ്പോഴായാലും ആ ഭാഗത്ത് അല്ല, ആ ഗിഫ്റ്റ് ഞാൻ എടുക്കും. അപ്പൊ നിനക്ക് ഈ ഗിഫ്റ്റിലോട്ട് എത്തിച്ചേരാനായിട്ട് എന്റെ കയ്യിൽ കുറെ കാർഡുകളുണ്ട്. ഞാൻ ഓരോ സമയത്ത് ഓരോ ക്ലൂ തരും കാർഡ്. ഈ കാർഡ് വായിച്ചിട്ട് വേണം നീ അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്. അതൊക്കെ എഴുതി. ഓക്കെ, എന്റെ കയ്യില് 14 ഗിഫ്റ്റിനും 14 കാർഡുകളുണ്ട്. അപ്പം അത് ഓരോ ക്ലൂ ആയിരിക്കാം. വെറും ഗിഫ്റ്റ് അല്ല, ഇതൊരു ചലഞ്ച് കൂടാണ്. ഓക്കെ, അങ്ങോട്ടുള്ള ടൈം ഇല്ല, എല്ലാവരും ഞാൻ പറക്കേണ്ടി. എന്നാലും മാക്സിമം സ്പീഡിൽ കണ്ടുപിടിക്കാൻ നോക്കും. ഞാൻ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ ടൈം ഔട്ട് പറയും, കാരണം ഒരു പരിധി ഉണ്ടല്ലോ ഒരു സാധനം നോക്കുന്നതിന്. ആ ടൈം എത്തിക്കണം പൂട്ട. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ നിന്ന് അമ്പൂട്ടുണ്ട്. ഈ വീഡിയോ എന്തായാലും വരുമ്പം ന്യൂ ഇയർ ആവും. അപ്പം എല്ലാവർക്കും ആശംസകൾ. നല്ല തുടക്കം. ഈ പൊട്ട ഞാൻ കുളി എപ്പോഴും വന്നാലോ നോക്കിയോ. ഓക്കെ, നിനക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. അപ്പം ആദ്യത്തെ ആ ഒരു ക്ലൂയിലോട്ട് പോവാം. തുടങ്ങണോ? Let's start guys our game. ഇത് ജനങ്ങൾ തന്ന അംഗീകാരം. എടാ, നീ എനിക്ക് ഇതുപോലെ പണിയാണ് തന്നെ. പിന്നെ ക്ലൂ എന്ന് പറയുമ്പോൾ നിനക്ക് പിന്നെ എവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു തരും. അതെന്തിരി ഗൈസ്, എന്താ പിന്നെ ചലഞ്ച് അത് ജനങ്ങൾ തന്ന അംഗീകാരം. അത് ആലോചിക്കണം. അത് ഇരുന്നും കിടന്നും മലന്നും ഒക്കെ ആലോചിക്കൂ എന്താണെന്ന്. കേറിക്കോളൂ, വീട്ടിനകത്താണ്. പുറത്തൊന്നുമില്ല, അകത്ത് മാത്രമേ ഉള്ളൂ. അതൊന്നും പറയത്തില്ല. എന്തായാലും ഇത് വീട്ടിനകത്താണ്. ഞാൻ ഒരു ക്ലൂ തരാം, എന്റെ ഭാഗത്തുനിന്ന് ഒരു ചാൻസ്. ജനങ്ങൾ തന്ന അംഗീകാരവും സീരിയസ്ലി മനസ്സിലാവുന്നില്ല. അത് തിങ്ക് ചെയ്യണം. ജനങ്ങൾ തന്ന അംഗീകാരം എന്താണ്? ആലോചിക്കൂ. യുവർ ടൈം ഈസ് ഗോയിങ് ഫ്ലൈയിങ് അപ്പ്. കം ഓൺ മൃദുല. ജനങ്ങൾ തന്ന അംഗീകാരം അത് എന്തുവാന്ന് മനസ്സിലാവും. എന്നാലല്ലേ അത് എന്തുവാന്ന് മനസ്സിലാവൂ. ഈ വീട്ടിൽ നമുക്ക് ജനങ്ങൾ തന്നായിട്ട് അത് ഒരു ക്ലൂ ആണ്. ജനങ്ങൾ തന്ന അംഗീകാരം എന്താണ് ഈ വീട്ടിലുള്ളത്? അത് ആലോചിക്കൂ. പ്ലേ ബട്ടൺ. അയ്യോ, പിന്നെ വെച്ചോണ്ട് ഞാൻ അങ്ങനെ എടുക്കൂ. എടാ, അങ്ങനെ തിങ്ക് ചെയ്യൂ. ഓക്കെ, അത് നമുക്ക് തന്ന അംഗീകാരം എന്ന് പറ. അതാരും പറയട്ടെ, ജനങ്ങൾ തന്ന അംഗീകാരം. ജനങ്ങൾ നമുക്ക് തന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ജനങ്ങൾ തന്ന അംഗീകാരം. അപ്പൊ എന്തോ ആലോചിക്കത്തില്ലേ? ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് പൊളിയ വെട്ടാ കേറിയ പൊട്ടും. പിന്നെ ഏട്ടാ എങ്ങനെ അതൊന്നും എനിക്കറിയാം. വേണമെങ്കിൽ ചെയറൊക്കെ ഇട്ട് കയറണം. പണിയല്ലേ? എന്തായിരിക്കും ഫസ്റ്റ് ഗിഫ്റ്റ്? അമ്പ എന്തായിരിക്കും ഫസ്റ്റ് ഗിഫ്റ്റ്? അമ്പ എക്സൈറ്റഡ് ആണ്. ഈ പ്ലേ ബട്ടൺ ആ ചരിഞ്ഞിരുന്നേ, അപ്പൊ ഇതാന്ന് മനസ്സിലായി. ഫസ്റ്റ് ഗിഫ്റ്റ്. അങ്ങനെ മൃദുല 14 ഗിഫ്റ്റിലെ ആദ്യത്തെ ഗിഫ്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുണ്ടോ ഈ പരിക്കാൻ കിടക്കുന്നത്? ഇത് മൊത്തം അമ്പു കൂടെ അടിച്ചു വരെ ഇട്ടേക്കും കേട്ടോ, അവന്റെ കളിപ്പാട്ടൊക്കെ. പൊട്ടിക്കട്ടെ. എത്രയായാലും ഗിഫ്റ്റ് കേൾക്കുമ്പോഴേ കുഞ്ഞിലെ തൊട്ട ഇങ്ങനെ ഈ പേപ്പർ ഊരിയെ കാണുമ്പോൾ ഭയങ്കര എന്തിനാണ് ലക്ഷറി? അതാണ് മതി. അത് നിങ്ങൾ ഓരോ ഗിഫ്റ്റ് ആണ് അയ്യേന്ന് വിചാരിയത്. അത് കൊള്ളാം. ശരി, ക്രിസ്മസിന് വാങ്ങിച്ചിരുന്നെങ്കിൽ ഡെക്കറേറ്റീവ് വെക്കായിരുന്നു. അടിപൊളി കേട്ടോ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ ന്യൂ ഇയർ ഫ്രണ്ട്സിനൊക്കെ നമ്മള് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള കുട്ടി ഗിഫ്റ്റ്. ഇത് പൊട്ടിക്കണ്ടല്ലോ. പൊട്ടിച്ച് കാണിക്കേ. ഒരു ക്രിസ്മസ് ട്രീ ആണ് ഗൈസ്. പക്ഷെ മൃദുല ആദ്യം ഒന്ന് തിങ്ക് ചെയ്തെങ്കിലും പിന്നെ കണ്ടുപിടിച്ച്. ആദ്യം തിങ്ക് ചെയ്തെങ്കിലും പിന്നെ ഒന്ന് ഇരുത്തി ആ വാക്കൊന്ന് ജസ്റ്റ് പതിയെ പറഞ്ഞു നോക്കിയപ്പോ മനസ്സിലായി. അടിപൊളി കേട്ടോ. ഇത് നമുക്ക് ടേബിളിൽ ഇവിടെ വെക്കാം. ഇതിപ്പോ ഞാൻ എവിടെ വെക്കുന്ന അറിയൂ? ഇവിടെ വെക്കാം. ഓക്കെ, താങ്ക് യു. ഇനി എത്ര 14 ഹഗ് കിട്ടണമല്ലോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഗെയിം കൊള്ളാം. എക്സൈറ്റിംഗ്. എക്സൈറ്റഡ് ആയി.
ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്ലൂ മൃദുലയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. പുതിയ ആൾ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ട. ഫോർച്യൂണർ. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, പോയി തപ്പണം. അതൊക്കെ എന്തോ മനസ്സിൽ തോന്നുന്നു. വീട്ടിനകത്താന്നാ പറഞ്ഞത്. വീടിന് പുറത്തും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, തപ്പാവണം. ഇപ്പൊ ഫോർച്യൂണർ ആവണം. അല്ലെ അതിന് ഞാനൊന്ന് എയർ ഫ്രയർ തപ്പി നോക്കട്ടെ. നിന്റെ ഇഷ്ടം. എന്താ എടാ, നിനക്ക് എന്താണ് തോന്നുന്നത് ചെയ്യാത്. എയർ ഫ്രയർ ഇല്ല. അപ്പൊ ഫോർച്യൂണർ തന്നെ. ഫോർച്യൂണർ എവിടെ? അലക്കിയുടെ അമ്പൂപ്പ കറി. അമ്പൂപ്പ കറി. ചൂടോ തണുപ്പോ പറ. ചൂടോ തണുപ്പോ? പണ്ടത്തെ കുട്ടിക്കളിയോ? ചൂടോ തണുപ്പോ പറയാ. ഫോർച്യൂണർ അല്ല. എടേ, കാറിന്റെ എല്ലായിടും നോക്കണ്ടേ? കാറിന്റെ കറക്റ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഫോർച്യൂണർ. അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലായി? പുതിയത് എല്ലാരും അങ്ങനല്ലേ പറയുന്നേ. നിങ്ങക്ക് എന്താ BYD വന്നപ്പോ ഫോർച്യൂണർ വേണ്ടേന്ന്. ഇതാ നമ്മുടെ മുത്ത്, ആദ്യത്തെ മുത്ത്. അതെ, അത്രേ ഉള്ളൂ. ദേ ഇവിടെ കൂടെ ഒരുത്ത ഇറങ്ങി. നിന്നെക്കാട്ടി മുമ്പ് ഗിഫ്റ്റ് കണ്ടുപിടിക്കാൻ വേറെ നോക്കി കൂടെ ഇറങ്ങി. നോക്കിയേ, കൂടെ ഇറങ്ങി. ഇവിടെ വാ. ഓക്കെ, പൊട്ടിക്കട്ടെ. ഇത് മൃദുല പെട്ടെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. എനിക്ക് എന്താ പെട്ടെന്ന് എന്റെ മനസ്സിലങ്ങ് വന്ന്. ഇപ്പൊ എന്റെ IQ-ല് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. വേണേ കയ്യിൽ ഒരു കത്രിക വല്ലതും എടുത്തു വെച്ചോ പൊട്ടിക്കാനായിട്ട്. അതിനുള്ള ക്ഷമയില്ല. എന്തൊരു പാക്കിങ് ഏട്ടാ. ഓക്കെ, നീ എന്റെ എഫേർട്ട് മനസ്സിലാക്കണം. ഞാൻ ഓരോന്ന് കുത്തിയിരുന്ന് പാക്ക് ചെയ്ത് നിനക്ക് വേണ്ടിയിട്ട്. ലവ് യു. കാണിക്ക്. ഞാനും വെച്ചതേ ഏതൊക്കെ എവിടൊക്കെ വെച്ചെന്ന് മറന്നുപോയി. കാരണം എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോ ഇതിനകത്ത് എന്തോന്ന് ഞാൻ മറന്നുപോയി. കമ്മല്. മൃദുലയ്ക്ക് പിന്നെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ട സന്നദ്ധില്ലാത്തൊരു കളറ്. നല്ല സാരിയുടെ കൂടെ ഒക്കെ സാരിയുടെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കമ്മലാട്ടോ. ഞാൻ ഇന്ന് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് കമ്മലുകൾ ഇല്ലെന്ന്. ഓരോ ഡ്രസ് ഇടുമ്പോഴും ഈ കമ്മലുകൾ എടുത്തിട്ട് കാണിച്ച് അടിപൊളിയല്ലേ? അടിപൊളി. സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത ഗിഫ്റ്റിലോട്ട് പോയാലോ? അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അടുത്ത ഗിഫ്റ്റിലോട്ട് പോവാം. ഞാൻ നിങ്ങളുടെ ഉപജീവന മാർഗം. ക്യാമറ. ഞാൻ എന്നെ നോക്കുന്നതിനാ, നീ കണ്ടുപിടിക്കണം. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. പെട്ടെന്ന് എത്തി. വേറെ എന്തെല്ലാം ചിന്തിക്ക. ട്രൈപോഡ്, വേറെ ക്യാമറ, ബാഗ്. ക്യാമറ ഉണ്ടെങ്കിലല്ലേ ട്രൈപോഡിന്റെ ക്യാമറ അതിന്റെ ആവശ്യമുള്ളൂ. അത് കുറച്ച് സിമ്പിൾ ആയി പോയോ എന്നൊരു സംശയം ഗൈസ്. നമ്മുടെ ഉപജീവനമാർഗം എന്തോ ക്യാമറ. ക്യാമറ ഉള്ളോണ്ടല്ലേ നമ്മള് വീഡിയോസ് ഒക്കെ എടുക്കുന്നേ. ഇഷ്ടപ്പെട്ടോ കളി? ഇഷ്ടപ്പെട്ടു. ഈ ഐഡിയ എങ്ങനെ തോന്നി? ഇന്നലെ ഞാനും അമ്പൂട്ടിനും കിടന്ന് ഇറങ്ങിയപ്പോ ഇതായിരുന്നല്ലേ പരിപാടി. ഇതെങ്ങനെയുണ്ട്? ഇതും ഒരു ലോഡ്. ഞാൻ എവക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഗൈസ് വാങ്ങിച്ചത്. ഫുള്ള് റിംഗ് ആണ് കേട്ടോ. ഫുള്ള് റിങ്ങുകളും മൊട്ടുകളും. എല്ലാവരും കമന്റ് ഇടുന്ന കമ്മലുകൾ പലപ്പോഴും മാച്ച് ആവുന്നില്ല. അപ്പൊ ഇതെല്ലാത്തിന്റെ കൂടെ മീൻസ് ഇങ്ങനത്തെ പല പല ടൈപ്പ് ഡ്രസ്സിന്റെ കൂടെ മാച്ച് ആവും. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടം അറിയാം. അടിപൊളി സാധനമാണ് ഗൈസ്. നീ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പൊ അത് അടുത്ത് വെച്ചോ. അടുത്തടുത്ത് മൃദുല. എടാ, ഞാൻ വിചാരിക്കുന്നത് മൃദുല ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്നു. പക്ഷെ അവള് പടപട കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ഗിഫ്റ്റ്. എടാ, ഇത് മൊത്തത്തിൽ 14. ഓക്കെ, നെക്സ്റ്റ്. ഞാനില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കും. കിച്ചണില് ഫ്രിഡ്ജാണ്. ഗ്യാസ് ആണോ? അതൊന്നും പറയത്തില്ല. അതെല്ലാം കണ്ടുപിടിക്കണം താങ്കൾ. ഞാനില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കോ? ഫുഡല്ലേ? അതല്ല, ഞാനില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കും. അതെന്താണ്? കിച്ചൺ തപ്പണം. കിച്ചണിൽ എന്തെല്ലാം ട്രാകളുണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്.
എടാ ഇത് ടഫാണ് അവിടെ. ഏട്ടാ ഓക്കേ. കിച്ചൺ ഇല്ലെങ്കിലും ഓർഡർ ചെയ്ത് ഫുഡ് വാങ്ങിച്ച് തിന്നും. പക്ഷെ എനിക്ക് മനസ്സിലായി കിച്ചണാണ്. നീ എനിക്ക് വേണ്ടുന്ന എന്നെ മാക്സിമം ഹാപ്പി ഓ എല്ലാം ഞാൻ മിക്കതും ഗൈസ് ജുവലറി ഐറ്റംസ് ആണ് പിക്ക് ചെയ്തത്. കാരണം ഇവക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. വള, കമ്മല്. എനിക്കെന്നല്ല എല്ലാ പെൺപിള്ളേർക്കും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയ ഹാപ്പിയാണ്. ഇഷ്ടപ്പെട്ടോ? ലവ് യു. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിലോട്ട് പോയാലോ? നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുന്ന ഉറവിടം. വീടിനെ സംരക്ഷിക്കുന്ന എന്താ? പട്ടിയില്ലല്ലോ ഇവിടെ. ഉറവിടം കിണറാണ്. വീടിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക, നമ്മളെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മളെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്ത് സെക്യൂരിറ്റി പർപ്പസ് ആണ് നമ്മുടെ വീട്ടിലുള്ളത്? ഗേറ്റ്. നോ, ഗേറ്റ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ വീടിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ലാത്തപ്പോഴും നമ്മളെ വീടിനെ സംരക്ഷിക്കുന്നത്. CCTV ക്യാമറ അല്ലേ? അതിന്റെ ഉറവിടം എവിടാ? പുറത്താ? അതൊന്നും എനിക്കറിയത്തില്ല. എടി മൊണ്ണെ, അത് മനസ്സിലായില്ലേ? ഉറവിടം എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കി സിസ്റ്റംസ് എല്ലാം ഇവിടെ അല്ലേ ഇരിക്കുന്നത്. ആ സാധനത്തിന്റെ ഉറവിടം എന്ന് പറയണ്ടേ? ഇത് നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്ന ഉറവിടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കിണറിനൊക്കെ അല്ലേ ഉറവിടം. നമ്മളെ കുഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യും. അമ്പോ നോ 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 നോ. ഇപ്പൊ എന്തെങ്കിലും ചെയ്ത നോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. നോ നോ. ഇനി അമ്പോ തുറക്കത്തില്ല. തുറക്കൂല. നോ എന്ന് പറഞ്ഞപ്പോ അറിയാം. ഓക്കെ, ഓക്കേ. എത്രാമത്തെ ഗിഫ്റ്റാന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് എണ്ണമില്ല. തുറക്കട്ടെ? സോറി. ഗൈസ്, ഇതൊരു അടിപൊളി കുട്ടി മോതിരമാണ് ഗൈസ്. അടിപൊളിയല്ലേ? എനിക്ക് ഒരു നീല സാരി ഉണ്ട്. അപ്പൊ നീല സാരിക്ക് ഇടാൻ എനിക്കുള്ള എല്ലാവിധ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു. ഇനി പ്രതീക്ഷിക്കണ്ട, ഇനി ജ്വല്ലറി ഐറ്റംസ് മെല്ലെ തീരുകയാണ്. ഓക്കെ, അടുത്ത റൗണ്ട്. ഓക്കെ, അടുത്തത്. ഇപ്പോഴേ പറ്റൂ. ഞാൻ ആഹാരം പാഴാക്കാതെ ശ്രമിക്കുന്നതാണ്. ഫ്രിഡ്ജ്. പക്ഷെ ഞാൻ ഫ്രിഡ്ജ് നേരത്തെ തുറന്നതാണല്ലോ. ഫ്രിഡ്ജ് താണ്ടതാ വരുന്നു. ഫ്രിഡ്ജ് തുറക്ക്. ആഹാരം പാഴാക്കാതെ. നോക്കിട്ട് കാണാഞ്ഞേ? അത് അതിന്റേതല്ലായിരുന്നു, അതുകൊണ്ടാ നീ കാണാഞ്ഞേ. ഞാൻ നേരത്തെ തുറന്നില്ലേ ഫ്രിഡ്ജ്? ഇത് ഫ്രീസ് ആയി. കട്ടിയായി ഗൈസ്. ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്ത് നിറഞ്ഞു കേട്ടോ ഇവിടെ. എനിക്ക് ഈ ചലഞ്ച് കഴിഞ്ഞിട്ടാണ് ഓരോന്നെടുത്തൊന്ന് ആസ്വദിച്ച് പൊട്ടിച്ചാസ്വദിക്കാൻ. നിനക്ക് എന്നെ അറിയാം. ഇതിനകത്തെ ബണ്ണാണ് മൃദുല യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രീസ് ആയി. പക്ഷേ ഇത് ഞാൻ തലയിലിടാൻ മാത്രമല്ല കയ്യിലിടാനും യൂസ് ചെയ്യാം. അടിപൊളി സാധനമാണ്. തല ഇട്ടിരിക്കുന്നത് കാണാനും അതിന്റെ പല നിറത്തിൽ 3 എണ്ണം എനിക്കില്ലായിരുന്നു. എന്റെ സ്റ്റോക്ക് മൊത്തം തീർന്നിരിക്കുവായിരുന്നു. ഓക്കെ, ഹാപ്പി. അപ്പൊ അടുത്ത റൗണ്ട്. ഇല്ല. അയ്യോ, അമ്പൂണൊന്നും ഇല്ലല്ലോ. അമ്പു അട്ടൻ. നെക്സ്റ്റ്. KCB ചതിച്ചാലും ഞാനേ കാണും. KCB ചതിച്ചാലും ഞാനേ കാണും. എടാ, എല്ലാം സിമ്പിൾ ആയി പോകുന്നു. ടഫ് പിടിക്കട്ടെ സാധനം. അതിന്റെ അല്ല, എനിക്ക് ഐക്യമുള്ളോണ്ടോ. ഇത് തുറക്കണോ ഏട്ടാ? അതൊന്നും എനിക്കറിയത്തില്ല. ഇത് തുറക്കാൻ എനിക്ക് അറിയത്തില്ലടാ. ഞാൻ ഇതുവരെ തുറന്നിട്ടില്ലടാ. ഇങ്ങനെ ആയിരുന്നു.
ഇതിന് ആദ്യമായിട്ടല്ലേ അതിനകമൊക്കെ തുറക്കുന്ന. നമ്മൾ എവിടെ പോന്നു അവിടെ എല്ലാം ഇപ്പൊ പോയിരിക്കട്ടോ. നമ്മളിങ്ങനെ ഓരോന്നും പൊട്ടിക്കുന്നേ കാണുന്നത് അവന് സന്തോഷം കേട്ടോ. ഇത് ഇത്രയും റെഡ് ആയിരുന്നേ, ഇത് യെല്ലോ കളർ തീർന്നല്ലേ. അമ്മച്ചി ചുരിദാർ ഇഷ്ടപ്പെട്ടോ? കൊള്ളാലോ. എന്റെ ചുരിദാർ പറ, പുതിയ ഡ്രസ്സാണ് ഗൈസ്. കൊള്ളാമോ? നിങ്ങൾക്ക് എന്തൊക്കെ ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയെന്ന് താഴെ കമന്റ് ബിലോ ഗൈസ്. അത് ബോക്സ് വേറെയാണ്, ബോക്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗിഫ്റ്റ് ബോക്സ്. ഞാൻ വിചാരിച്ചു നീ എന്റെ ഗിഫ്റ്റിന്റെ പേരിൽ നീ വേറെ ഗാഡ്ജറ്റ് വല്ലതും വാങ്ങിയോന്ന്. അതൊരു ക്യൂട്ട് ഗിഫ്റ്റ് ആണ്. അത് ക്യൂട്ട് ഇല്ല, ക്യൂട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ക്യൂട്ട് നീ ക്യൂട്ട് കാണാതിരിക്കുന്നതേ ഉള്ളൂ. പല പല ഇമോഷൻസാ. ചിരിക്കുന്നു, ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നു. ഇങ്ങനത്തെ ക്യൂട്ട് ഗിഫ്റ്റ് ആണ്. നമ്മൾ വീട്ടിന്റെ ഒരു ചെയിൻ ഇല്ലായിരുന്നല്ലോ, കീ ചെയിൻ ഇല്ലായിരുന്നല്ലോ വീട്ടിന്റെ ഇതിനകത്ത് ഇടാൻ വേണ്ടി. അതല്ല വേണത് അമ്പൂരിന്റെ കളിക്കാനും കൊടുക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ക്യൂട്ടാ. അപ്പൊ ഓക്കെ, അടുത്തവരോട്ട് പോവാം. നെക്സ്റ്റ്. എനിക്ക് ശ്വാസം വിടാൻ സമയമില്ലല്ലേ. എല്ലാ അഴുക്കും ഞാൻ കഴുകണം. പറച്ചിലൊന്നുമില്ല. വാ. ഇനി എനിക്ക് ഇങ്ങനെ ഒളിപ്പിച്ച് ഗിഫ്റ്റ് തരണേ. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആ. എന്തോ കിട്ടിയത് കറക്റ്റ് നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഗിഫ്റ്റ് വരുന്നതിനെക്കാട്ടി ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് രസമല്ലേ. അതിൽ കണ്ടുപിടിച്ചെടുക്കുമ്പോഴേ ഒരു വേറെ ഫീല്. ആ സാരിയുടെ ഇടാനുള്ള എല്ലാം വാങ്ങിയല്ലേ. ചുരിദാറിന്റെ കൂടെയോ എല്ലാം വെയർ ചെയ്യാൻ പറ്റും. എനിക്കായിരുന്നു ഇതുപോലത്തെ സെലക്ഷൻസ് ഒന്നും കാണത്തില്ല. താങ്ക് യു. അപ്പൊ അടുത്തോട്ട് പോവാം. സമ്മതിക്കത്തില്ല അവൻ. എന്നെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുന്നു. പണി എടുക്കത്തില്ലെങ്കിലും റോബോട്ട്. ഇത് പൊടിയിരിക്കുന്നതോ? അതിന്റെ അടിയിലാ. ഞാൻ വിചാരിച്ചു ഇതിന്റെ അകത്ത് എങ്ങനെ വെച്ചെന്ന്. അതിന്റെ എല്ലാം ഊരി നോക്കി. അതൊരു ക്യൂട്ട് ഗിഫ്റ്റ് ആണ്. ഒരു മുട്ടായാണ്, കിറ്റ്കാറ്റ് ആണ്, വേറെ ഒന്നുമല്ല. കിറ്റ്കാറ്റ് ആണ്. എനിക്ക് മുട്ടായികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട. ന്യൂ ഇയറിന് നമ്മൾ എന്തായാലും മധുരം നുണയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മധുരം നുണയാൻ വേണ്ടി എടുത്താണ്. അതല്ല, എനിക്ക് ചോക്ലേറ്റ് ഐറ്റംസിലെ ഏറ്റവും ഫേവറേറ്റ് എന്റെ കിറ്റ്കാറ്റ്. ഡയറി മിൽക്ക് ഇഷ്ടമല്ല. നമ്മളെ ഏതോ ഒരു തെലിപ്പതി ചലഞ്ചിൽ നമ്മള് പറഞ്ഞിട്ടുണ്ട് ഞാനത്. ഓക്കെ, അപ്പൊ അടുത്തത് പോവാം. പൊട്ടിക്കണ്ടല്ലോ, പിന്നെ കഴിക്കാം. കഴിച്ചോ മക്കള്? അല്ല, എനിക്ക് അടുത്ത ഗിഫ്റ്റ് ഞാൻ കഴിച്ചോളാം. ഞാൻ ഒറിജിനൽ അല്ലെങ്കിലും ഞാൻ ഭംഗി പരത്തും. ഞാൻ ഒറിജിനൽ അല്ലെങ്കിലും ഞാൻ ഭംഗി പരത്തും. ഞാൻ ഒറിജിനൽ അല്ല, പക്ഷെ ഞാൻ ഭംഗി പരത്തും. കുഞ്ഞു കുഞ്ഞു ഒറിജിനൽ അല്ല, ഞാൻ ഭംഗി പരത്തും. എന്റെ പാട്ടിലാണ് ഡാൻസ് കളിക്കുന്നത്. മുഖം കൊണ്ട് തറയിൽ ഇടിച്ച്. എടാ എന്തിനാ? കഴിഞ്ഞു. അത്ര ഉള്ളായിരുന്നത്. എടാ, ഞാൻ ഒറിജിനൽ അല്ലെങ്കിലും ഞാൻ ഭംഗി പരത്തുന്നു. ഭംഗിയാണോ? ഭംഗി. അപ്പൊ വീട്ടിലെ എന്താണ് ഒറിജിനൽ അല്ല? ശരി. എന്റെ ക്ലൂകളൊക്കെ അന്താരാഷ്ട്ര ക്ലൂകളാണ്. ഇതൊക്കെ ഒറിജിനൽ ശരിയാ? നമ്മള് എവിടെ പോയാ അവിടെ കേറി വരും. നിനക്ക് ഗിഫ്റ്റ് ഇല്ല അമ്പു. പിടിച്ചോ. ഇരിവിടെ കളിപ്പാട്ടത്തിന്റെ അകത്ത് ഇരിവിടെ. ഓക്കേ, എന്നെ കാണാനുള്ള ആകാംക്ഷയിലാട്ടോ ഇങ്ങനെങ്കിലൊക്കെ പൊട്ടിക്കുന്നേ. ഇതെന്താ ഓഷ്യൻ ആയിട്ട് ബന്ധപ്പെട്ടതാ? ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ട് നല്ല മാച്ച് ആവുന്നുണ്ട്. കാണിച്ചു കണ്ടോ? ഇതിങ്ങനെ ഫ്ലോട്ട് കപ്പല്ലാത്തൊരു കപ്പൽ. അതെ, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. അടിപൊളിയാ. അത് കൊള്ളാടാ.
ആ രസമുണ്ടല്ലേ. നൈസ് അല്ലേ? ഇങ്ങനത്തെ സാധനങ്ങൾ എത്ര കണ്ടാലും നമുക്ക് മടുക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസ്. ഭയങ്കര രസമാണ് നൈസാണ്. ഇങ്ങനെ അത് ആടി ആടി അതിനകത്ത് കിടക്കുക. ഇങ്ങനെ ആടി ആടി നടക്കുന്നതാണ്. ക്യൂട്ട് സ്റ്റേഷനറി ആൻഡ് ചീപ്പ്. ഓക്കെ, അടുത്തത് കയറുന്നു. ഓക്കെ, അടുത്തത് ഇതിവിടെ വെക്കാമേ. ഞാനിവിടെ ഉപയോഗശൂന്യം, എന്നെ കൊണ്ട് ഉപയോഗം ഇല്ലാന്ന് അല്ലേ? അങ്ങനല്ലേ ഉദ്ദേശിച്ചേ? ഉപയോഗം ഇല്ലാത്ത സാധനം എന്തുകൊണ്ട്? അമ്പൂട്ടന്റെ കാർ. കാരണം അതിന്റെ ബാറ്ററി പോയിരിക്കും, അത് യൂസ് ചെയ്യാൻ പറ്റൂല. കേട്ടോ സത്യം, ഈ കാർ ഉപയോഗശൂന്യമായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് മാസം എന്താണെന്നറിയോ? ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി ചാർജർ ശരിയാക്കാൻ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഇത് എന്തോ പഞ്ഞി പോലത്തെ ഗിഫ്റ്റാ. പഞ്ഞിയോ? ഭയങ്കര സോഫ്റ്റ്. ഇത് മൃദുലയ്ക്ക് ഭയങ്കര ഇഷ്ടം പ്രിന്റഡ്. നമ്മളന്ന് സർവമായ കാണാൻ പോയപ്പം അതിനകത്ത് ഡെലിവറി ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഒക്കെ എനിക്കും ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ടീഷർട്ട് ഒക്കെ ഇടാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഡെലിവറിനെ പോലത്തെ ആ ഒരു പാറ്റേൺ ടീഷർട്ട് വാങ്ങിച്ചതാണ് പ്രിന്റഡ്. മൃദുല അധികം ഇങ്ങനെ എടുത്തിട്ട് ഇടാറില്ല. അപ്പം അത് ഇഷ്ടപ്പെട്ടില്ലേ? അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉടനെ ഇനി പുറത്തു പോകുമ്പോൾ ഞാൻ ഇതിടാം. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ടല്ലേ? അപ്പൊ അടുത്ത ആഗ്രഹിച്ചതാ നീ ആഗ്രഹിച്ച നിനക്ക് വേണ്ടതാ മാക്സിമം ഞാൻ പിക്ക് ചെയ്തു. എല്ലാം എനിക്ക് വേണ്ടതാ. ഓക്കെ, നെക്സ്റ്റ് വൺ. നിങ്ങളുടെ സൗന്ദര്യം നിലനിർത്തും, ആരോഗ്യവാനാകും. സൗന്ദര്യം നിലനിർത്തും, ആരോഗ്യവാനാകും. സൗന്ദര്യം നിലനിർത്തും. എനിക്കറിയത്തില്ല. അമ്പൂട്ടനെ എടുത്തോട്ട് നോക്കോ ആണെങ്കിൽ നോക്കാണെങ്കിൽ വരുന്നില്ല, താല്പര്യമില്ലെന്ന്. അവൻ വരും. അപ്പൊ നമ്മളെ കൂടെ വരും. കരഞ്ഞിട്ട് പോലെ ആട് മൈൻഡ് ചെയ്തില്ലേ? അമ്മക്ക് ഗിഫ്റ്റ് പടക്കാൻ നീയും വാ. അമ്മക്ക് ഗിഫ്റ്റ് പടക്കാൻ നീയും വാ. ഷൂരിട്ടേക്ക് നോക്കി നോക്കേ. ഇന്നലെ വർക്കൗട്ട് ചെയ്തിട്ട് ഊരിട്ടതാ. ഇല്ല കേട്ടോ, ഞാൻ വിചാരിച്ചത് കാണുന്നു. സൗന്ദര്യം നിലനിർത്തും, ആരോഗ്യവാനാക്കും. അല്ലെങ്കിൽ പ്യൂരിഫയർ വെള്ളമോ? പ്യൂരിഫയർ വെള്ളം അങ്ങനെയൊക്കെ ചിന്തിച്ചാ മതി. ഒന്നും ഞാൻ പറയത്തില്ലേ, കണ്ടുപിടിക്കണം അല്ലേ? ഇവനുള്ളതുകൊണ്ട് എനിക്ക് കുനിയാനൊന്നും വയ്യ. അതൊന്നും ഞാൻ പറയത്തില്ല. ഞാനൊന്ന് കുനിഞ്ഞു നോക്കട്ടെ. എന്നിൽ നിന്ന് വലിയ സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ കുറച്ച് സഹായമൊക്കെ ചെയ്തായിരുന്നു. അമ്പൂട്ടന് ഇത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഉണ്ട് കീഴില്. പണിയെടുക്കുന്നുണ്ട്. നമുക്ക് പുറത്തെ പിടിച്ചാലോ? അങ്ങനെ കളിച്ച് ബാൽക്കണിയിൽ എത്തി ഗൈസ്. ഇതെന്താ ഒന്നിനകത്ത് വേറൊന്ന്? അതൊക്കെ എന്താ? നിനക്ക് ബെൽറ്റ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു? കഴിഞ്ഞ ദിവസം എന്റെ ബെൽറ്റ് എടുത്തിട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ബെൽറ്റ് വാങ്ങാന്ന്. ഏട്ടാ, ഞാൻ ഓൺലൈനിൽ വാങ്ങിയായിരിക്കുമായിരുന്നു. ക്യൂട്ടല്ലേ? ഇട്ടെന്ന് അറിയത്തില്ല, എന്നാ കറക്റ്റ് വള്ളി പോലെ. ഗേൾസിന്റെ ഡ്രസ് എത്രയായി? 200 രൂപയോ? How's it? Useful. അമ്പോ അതുപോലെ എനിക്കിപ്പോ വണ്ണ കുറഞ്ഞോണ്ടേ പാന്റ് എല്ലാം ലൂസ് ആയതുകൊണ്ട് എന്തെങ്കിലും ബെൽറ്റ് വേണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ അടുത്തത് കൂടി അങ്ങോട്ട് എടുക്കാം. ഓക്കെ, എന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് ഞാൻ എന്റെ സാധനം ഗൈസ്, എന്റെ കൈച്ചയും കിടക്കുന്നുണ്ട്. എടുത്തിട്ടില്ല, എന്റെ മോളിൽ കിടപ്പുണ്ട്. അത് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ഇല്ല, കാരണം വീണ്ടും തീർന്ന കേട്ടോ. ലാസ്റ്റ് ആണ്. ഇനിയും വേണം. ജലദേവൻ, നീ കിണറല്ലേ അല്ലേ? മിണ്ടത്തില്ലേ? ഞാൻ മിണ്ടത്തില്ല. മിണ്ടൂലേ? ഇല്ല. ഒന്ന് ആലോചിച്ചോ, വീണ്ടും ഒന്നും കൂടി ഇറങ്ങിപ്പോയി കേറി വരണ്ട. ജലദേവൻ ഞാൻ പറയത്തില്ലേ?
നിനക്ക് തംശൂരടുത്തൊക്കെ പോയി തൊപ്പിക്കോ. ആദ്യം പ്യൂരിഫയറും കിണർ നോക്കാം, എന്നിട്ട് നീ ഇന്ന് മേളൊന്നും കയറിപ്പോന്ന് ഞാൻ കണ്ടില്ലല്ലോ. ഏട്ടാ എനിക്ക് പൊക്കൂലൊന്ന് കയ്യെത്തു. ഇല്ല, എന്റെ അകത്ത് തുറക്കാൻ പറ്റത്തില്ല. അപ്പൊ മേളി താങ്ക കിണറില്ലല്ലോ, ഒന്ന് നോക്കാം. നീ പോയിട്ട് അവിടെ നോക്കിട്ട് വാ. അപ്പൊ അവിടെ ഇല്ല. നാളെ നിന്നെ എനിക്ക് വിശ്വസില്ല. അപ്പൊ ഇവിടെ ഇല്ല, നീ ഇറങ്ങി വരുന്നില്ല. ഇവിടെ ഇല്ല. വേളല്ലേ, എനിക്കതുള്ള പടിയല്ലേ. ഇതേ നല്ലൊരു വർക്കൗട്ടാ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ നടക്കുന്ന, അവനെയും കൊണ്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ ടൈം വെക്കാത്ത, ഇല്ലെങ്കിൽ ഞാൻ ടൈം വെച്ചേനെ, അറിയോ? നീ എപ്പോ വന്നു കേട്ടോ ഇവിടൊക്കെ? ആ ഇതും കുപ്പ, ആ കുപ്പും കുടിച്ച് കളയണേ. അയ്യോ എപ്പടാ, ഞാൻ വിചാരിച്ചു നീ ക്ലൂ തന്നെയായിരുന്നു, സത്യമായിരുന്നില്ലേ ഇത്? അയ്യോ, ഇത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഗിഫ്റ്റാ ഞാനിത്. തരട്ടെ, അതോട്ട് ഇരുന്നാലോ? വെയിലല്ലേ? താഴെ പോവാ, ചെറുക്കനെ കൊണ്ട് പാട്. കാക്ക കാക്ക കൂടെ ഇടാൻ ചെയ്ത് താഴെ വരെ പോലുള്ള ക്ഷമയില്ല. എനിക്ക് ഇവിടെ തന്നെ പൊട്ടിച്ചു നോക്കാം. ഇച്ചിരി വലിയ ബോക്സാ, എന്തുവാന്നറിയണം. കാക്കേ എന്താ ഉണ്ടല്ലോ കാര്യമായിട്ട്. അടിപൊളി സാധനം, ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് അലാറം ഒക്കെ ഉണ്ട്, രാവിലെ അലാറം ഒക്കെ വെച്ചിട്ട് അടിക്കും. നമ്മളെ വീട്ടിൽ ഒന്നാമത്തെ കാര്യം ക്ലോക്ക് ഇല്ല. വീഡിയോ എടുക്കുന്നെങ്കിലേ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെക്കാൻ ക്യൂട്ടാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നൈസ്. താങ്ക് യു. അയ്യോ, അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഉണ്ട്. ആണല്ലേ? ഉണ്ട്. താങ്ക് യു. മൃദുലേ, അവസാനത്തെ ക്ലൂ, ആ ഐറ്റം കൂപ്പൺ ഇല്ല, ഞാൻ അല്ലാണ്ട് തന്നെ പറയുക. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവയിലുണ്ട്. നിനക്കപ്പോ ഏറ്റവും പ്രിയപ്പെട്ടത് മേക്കപ്പ് സാധനമാണ്. ഏട്ടാ ഇങ്ങനെ ചിന്തിക്കൂ. ഏറ്റവും പ്രിയപ്പെട്ടവാ ഏതായിരിക്കും നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത്? അത് ഏട്ടൻ ഞാൻ കൂട്ടണോ, പക്ഷെ നിങ്ങളുടെ എടുത്ത് നോക്കോ. ബാഗാ? മൃദുല എല്ലായിടത്തും തപ്പുവാണ് സുഹൃത്തുക്കളെ. അമ്പൂട്ടന്റെ പോക്കറ്റ് വിടുന്നു നോക്കട്ടെ. എന്റെ കുഞ്ഞ് ഇത്ര നേരം ഇത് കൊണ്ടാണ് അത് ഇച്ചിരിയല്ലേ ഉള്ളൂ. ആ സാധനം നോക്കി, ഇത്ര ഉള്ള സാധനം അത് സ്നാക്കിക്കട വെച്ച്. അയ്യോ അയ്യോ, അത് കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു ഏട്ടൻ ലിപ്സ്റ്റിക്കോ മേക്കപ്പോ അങ്ങനെ ഉദ്ദേശിക്കുന്നേന്ന്. ഞാൻ അറിഞ്ഞോണ്ട് ചന്തിക്കകത്തെടുത്ത് നോക്കുമെന്ന്. കുഞ്ഞു സാധന മൂക്കുത്തി. ഓ, എങ്ങനെയുണ്ട്? നിനക്ക് കഴിഞ്ഞ വട്ടം ഞാൻ മൂക്കുത്തിയപ്പോ നിന്നെ ഞാൻ കളിയാക്കിയതാ. അപ്പൊ നിനക്ക് നല്ലൊരു മൂക്കുത്തി വാങ്ങി. ട്രൈപോഡ് തള്ളി മുറിച്ച് വാളയാർ പരമശിവൻ ദേ പോന്ന്. ഗൈസ്, ഇതാണ്. ഓ, ക്യൂട്ടല്ലേ? നൈസ്. ഞാൻ ഇടട്ടെ? മൂക്കുത്തി ഇടട്ടെ ഗൈസ്. ചെറുതല്ല, അത്യാവശ്യം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കൊള്ളാം. കല്ലും ഉണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ ഗൈസ്, എന്റെ ന്യൂ ഇയർ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളെ? അയ്യോ, അവനെടുത്തോ, അവന് ഞാൻ മൃദുലെ കെട്ടിപ്പിടിക്കുന്നൊന്നും അമ്പൂട്ടൻ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഗൈസ്. അത്രയും നല്ല ഇഷ്ടമേ അല്ല. അപ്പൊ എന്തായാലും ഞാൻ പല പല ഹിഡൻ സ്പോട്ടുകൾ, പക്ഷെ കുറച്ച് ചിലതൊക്കെ കുറച്ച് സിമ്പിൾ ആയിരുന്നു, ചിലതൊക്കെ ഭയങ്കര ടഫ് ആയിരുന്നു അല്ലേ? എനിക്ക് പിന്നെ ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച്. അതൊന്നും അല്ല ഗൈസ്, നമുക്ക് ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് കണക്ട് ആവും. അപ്പൊ എനിക്ക് എന്റെ അടുത്ത് തന്നെ ഇതൊക്കെ ചോദിച്ചാലും ഞാൻ കണക്ട് ആവും. പക്ഷെ അവള് ഫസ്റ്റ്
പ്ലേ ബട്ടൺ ഒക്കെ അവള് പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അത് നിങ്ങളുടെ അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചാണ്. ഇത് വേറെന്തോത്തിന്റെയോ ട്രേഡ് മാർക്കാന്ന് വിചാരിച്ചു ഞാൻ. ട്രേഡ് മാർക്കോ? അങ്ങനെ വിചാരിച്ചു. അപ്പൊ ഗൈസ്, എന്തായാലും നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ഫൈൻഡിങ് ഡേ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് താഴെ കമന്റ് ബിലോ. അപ്പൊ ഞാൻ മൃദുലക്ക് ഇത് ഇത്ര ഐറ്റം ഇവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നിരത്തി വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാം നിരത്തി വെച്ചിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം അത്രല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു. പിന്നെ ഇത്രയും നേരം സഹകരിച്ച അമ്പൂട്ടിന് താങ്ക് യു. ഏട്ടനുള്ള ന്യൂ ഇയർ ഗിഫ്റ്റ് ചോദിച്ചില്ലേ, അതിന്റെ പല്ലിപ്പ് ഉടനെ അത് മതി, അച്ഛനത് മതി, അച്ഛനത് മതി. അപ്പൊ ഞാൻ എന്റെ പെണ്ണുപിള്ളക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഐറ്റംസ് ആണ് എന്നട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലല്ല ഇതില്ല, സോറി, ഡെപ്പ് മാത്രമേ ഉള്ളൂ. 14 ആണ്. എനിക്ക് ഗിഫ്റ്റ് വേണം, എനിക്ക് ഗിഫ്റ്റ് വേണം. എനിക്ക് മൈക്കെന്തേ മുതുക്ക് സാധനം വേണം. ഇരിക്കുന്നു മുതുക്ക് സാധനം. ഞാൻ വാങ്ങിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.